എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് സംസാരിച്ചോണ്ട് യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ 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 അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്. അടിച്ചടി അങ്ങനെ. ഓ മലേഷ്യക്കാരല്ലേ ഇവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. സാർ 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 പ്ലീസ് ഡോണ്ട് ടച്ച് ഹിം. എന്റെ പാർട്ണർ ഒരുത്തനെ അടിച്ചു, അറിയാമോ? സാർ ഒരാൾ അടിച്ചെന്ന് കള്ളം പറയാതെ. മിനിമം 100 പേര് അടിച്ചാലേ ഇങ്ങനൊരു അവസ്ഥ വരൂ. സാർ നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. നിങ്ങൾ എന്തോ കണ്ടോ എന്തോ പറയുന്നു. ഏയ് ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല. ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി 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 പറ ചേച്ചി, അവൻ വന്നില്ലേ? ആരെന്നാ? ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല ഇല്ല ഇല്ല, കള്ളം. അവൻ വന്നു ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. എന്ത്? ട്രെയിന് വന്നിട്ട് ഇടിച്ചിട്ടു. ചേട്ടാ അളിയ എന്നോട് ഫോണിൽ സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്രോസ് മുറിച്ച് പോയപ്പോ പുറകിൽ ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയാ, കള്ളം പറയുവാ. അവന് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ. ഞാൻ അറിയാതെ ഒരുത്തനോട് വിശ്വസിക്കേ. ചുമ്മാതിരിക്കേ. ശിവദാസന്റെ മോൻ മരിച്ചു. അവന് ഗോച്ചിയെ കൊന്നു. ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. ലാപ്ടോപ്പിലുണ്ട് സാർ. ലാപ്ടോപ്പ് എന്നാ പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ PA സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ വാ. എന്റെ പാർട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ ബോധം എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം, പക്ഷെ പോകാൻ പാടില്ല. എന്റെ ഗോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. വേഗം ഇങ്ങോട്ട് വാ. പുറപ്പെടാം. എന്താടാ ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടാ നമ്മുടെ മുരുകേശൻ. മുരുകേശൻ അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? മുരുകേശ ചേട്ടാ. വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? പോവാം. അണ്ണൻ മുകളിലുണ്ട്. ശരി. ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവിയെ ഇടിച്ചിട്ടേ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നുമല്ല. അവൻ വരും, തീർച്ചയായും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും.